ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുടുംബമായിട്ട് ഉണ്ടാകുക, അവരുടെ കുടുംബത്തിൻ്റെ എല്ലാ മെമ്പേഴ്സിനും ആഡ് ചെയ്തിട്ടുള്ള പ്ലാൻ എടുക്കാൻ ശ്രമിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ ആ കുടുംബത്തിൽപ്പെട്ട ആർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതോടെ ആ വ്യക്തിയുടെ ഇൻകത്തെയാണ് ബാധിക്കുക. പിന്നെ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവർക്ക് കിട്ടുന്ന കവറേജുകളാണ്. കാരണം പല വ്യക്തികളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ മിനിമം ഒരു 10 ലക്ഷമെങ്കിലും കവറേജ് വരുന്ന തരത്തിലുള്ള ഒരു പ്ലാൻ എടുക്കാൻ ശ്രമിക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പല ആളുകൾക്കും 2 ലക്ഷം 3 ലക്ഷമൊക്കെ മുമ്പ് എടുത്തിട്ട് അതിൽ കൂടുതൽ വരുന്ന ചിലവ് വന്നിട്ട് കയ്യിൽ നിന്ന് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ ഇപ്പോഴത്തെ ആരോഗ്യത്തിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. 10 ലക്ഷങ്ങളും എടുക്കാൻ നോക്കുക. പിന്നെ മൂന്നാമത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഏത് സർക്കിളാണോ ഉള്ളത് അവർ ആ സർക്കിളിൽ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ ഇൻക്ലൂഡ് ആണോ എന്നുള്ള ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുക്കുമ്പോൾ ഒരുപാട് കമ്പനി പല പ്ലാനുകളുണ്ടാവും, സബ് ലിമിറ്റുകളുണ്ടാവും, കൺസ്യൂമർ ഐറ്റംസ് കവറേജ് കിട്ടാത്ത ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന പ്ലാൻ എടുക്കാനും കൂടി ശ്രമിക്കുക.